എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നൈറ്റിയുടെ വണ്ണം കൂട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ കക്ഷഭാഗം ഇതുപോലെയുള്ള ഭാഗം നമ്മളിങ്ങനെ അഴിച്ചു വെച്ചിട്ടുണ്ട്. വണ്ണം കൂട്ടാനായിട്ട് രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ അഴിച്ചെടുക്കണം. അങ്ങനെ ഈ രണ്ട് സൈഡും അഴിച്ചെടുത്തു. അപ്പം നൈറ്റിക്ക് ഇറക്കം കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഇതുപോലെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. രണ്ട് പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പീസ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കൈയുടെ ജോയിൻറ്റ് വരുന്ന ഈ ഭാഗം ഇവിടെ കൊണ്ട് ജോയിൻറ്റ് വരുമല്ലോ, ഈ ഭാഗം നമ്മളൊന്ന് സ്വല്പം അഴിച്ചൊന്ന് വിടണം, പൊട്ടിച്ച് വിടണം. എന്നിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട്. മിക്കവാറും ഇതിന് പുറംകാണി ആയിരിക്കും. അപ്പോൾ ഈ പുറംകാണി ഇതുപോലെ ഈ ഭാഗവും അഴിച്ചു വിടണം. അതുപോലെ ഈ സൈഡിൽ ഒരു കുറച്ച് നമുക്ക് അടിക്കാനുള്ള ഭാഗം മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒരു സ്വല്പം ഭാഗം ഉണ്ട്. ഇത്ര ഭാഗം നമ്മൾ ഈ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ അഴിച്ചു വിടണം. മിക്കവാറും ഇത് ഇങ്ങനെയുള്ള നൈറ്റികൾ വരാറുണ്ട്. നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് വണ്ണം കുറഞ്ഞ നൈറ്റി വന്നാൽ ഇങ്ങനെ വണ്ണം കൂട്ടും എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പം അറിയാവുന്നവർക്ക് ചെയ്യാം, അറിയത്തില്ലാത്തവർക്കായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം ഇതുണ്ട്, കൈയുടെ ഇവിടം വരെയുള്ള ഭാഗവും ഈ ഭാഗം നമ്മൾ ജോയിൻറ്റ് വിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പീസിൻ്റെ നല്ല വശവും ഈ പീസിൻ്റെ നല്ല വശവും നമ്മൾ ഈ കൈയുടെ അറ്റത്തേക്ക് പോകുന്നില്ല, അവിടെ വണ്ണം ഉള്ളത് കൊണ്ട് അതിന് താഴെയായിട്ട് ഇവിടുന്ന് ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അത് ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഇതുണ്ട്, ഇതുപോലെ വരുന്ന ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ച് നമ്മൾ നിർത്തിയിട്ട് അടുത്ത പീസ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പീസ് വെച്ച് ഇവിടെ നിന്നിങ്ങനെ നേരെ ഇത് എത്രത്തോളം താഴെ കിട്ടുമോ അത്രത്തോളം താഴെ വരെ ഇത് നമുക്ക് കൊടുക്കാം. അപ്പം ഇതിന് ഒരു ഇത്ര നീളത്തിൽ നമുക്ക് ഒരു 4/1 പീസ്, അതായത് അടിവശം വെട്ടിയെടുത്തതിൻ്റെ 4/1 പീസുണ്ട്. അപ്പോൾ അത് മൊത്തം മോള് ഭാഗം കൊണ്ടാണ് വണ്ണം കുറവ്, ഇടഭാഗം കൊണ്ട് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഇത് താഴേക്ക് ഇങ്ങനെ ഞാൻ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗങ്ങൾ ഈ രണ്ട് വശത്തും ഇതുപോലെ തന്നെ ഇതിനൊരു പുറംകാണി ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് പുറംകാണി ഇതിന് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നു. ഇനി അടുത്ത വശം, ഇപ്പോൾ ഈ ഒരു വശത്തല്ലേ ഇതിങ്ങനെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വശവും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് വേറൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഇതിന് താഴെയായിട്ട് ഇതുണ്ടോ, കൈയുടെ താഴെയായിട്ടാണ് ഇത് വെക്കുന്നത്, താഴെ അറ്റത്തോട്ട് പോകുന്നില്ല, ഇത് താഴെയായിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ താഴേക്കുള്ള പീസിൻ്റെയും ഈ ഭാഗങ്ങൾ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇതുണ്ട്, ഇത് അകത്തി വെക്കണം. അകത്തി വെച്ചിട്ടാണ് നമ്മൾ അടുപ്പിച്ചല്ല വെക്കുന്നത്, ഇത് അകത്തിയാണ് വെക്കുന്നത്. വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നു. ഒരഴിക്കാണ്. ഈ ഭാഗം ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിനും പുറംകാണി ഇതുപോലെ അടിച്ചു കൊടുക്കണം. രണ്ട് സൈഡിലേക്കും പുറംകാണി അടിച്ചു കൊടുക്കണം. അങ്ങനെ രണ്ട് നൈറ്റിയുടെ രണ്ട് ഭാഗത്തും രണ്ട് കൈകളുടെ രണ്ട് ഭാഗത്തും അങ്ങനെ മൊത്തം പറഞ്ഞ 4 ഭാഗത്തും നമ്മൾ ഇതുപോലെ അടിക്കണം. അതായത് ഈ സൈഡിൽ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ വരുന്ന ഭാഗം, അതായത് ഈ ഭാഗം നമ്മൾ ജോയിൻറ്റ് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അടിക്കരുത്, കാണിച്ചു തരാം. നേരെ അടിക്കാതെ കൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെരിച്ചടിക്കണം. നേരെ അടിക്കരുത്, നേരെ അടിച്ചാൽ ശരിയാകുകയില്ല. അപ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ടുണ്ട്, ഇതുപോലെ ചെരിച്ച് അടിക്കണം. അവിടെ രണ്ടടിപ്പ് നമുക്ക് കൊടുക്കാം. ഈ ഭാഗം അങ്ങനെ ചെരിച്ചടിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ അടുത്ത ഭാഗവും, അതായത് ഇതുണ്ട്, ഇവിടെയും നമുക്ക് ആ ജോയിൻറ്റ് വന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇതുണ്ട്, ഇവിടവും വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചെരിച്ച് തന്നെ അടിച്ചു കൊടുക്കാം. ചെരിച്ച് തന്നെ നമ്മൾ അത് അടിക്കണം. ചെരിച്ചടിച്ചാലേ അത് ശരിയാവുള്ളൂ, നേരെ അടിക്കരുത്. അങ്ങനെ ആ ഭാഗം രണ്ടടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നേരെ വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാലോ. ഇതുണ്ടോ, ഇപ്പം ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പീസ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെരിച്ച് വെച്ചതുകൊണ്ട് കണ്ടോ, കൈക്കുഴി ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ തന്നെ താഴോട്ട് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് കയറി വെച്ച് നേരെ അടിച്ചാൽ ഇങ്ങനെ താഴോട്ട് വന്ന് നിൽക്കില്ല, ഒരു ഷേപ്പില്ലാതെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ താഴോട്ട് വെച്ചുകൊണ്ട് അതങ്ങനെ നേരെ വന്നിരിക്കുന്നത്.
ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെന്നാൽ ഇതിൻ്റെ മുകൾ വണ്ണം നോക്കണം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുകൊണ്ട് 25 ഇഞ്ച് വന്നിട്ടുണ്ട്, 25.5 ഇഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് 23 ഇഞ്ച് കിട്ടണം. 2 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് ഇപ്പം 23 കിട്ടേണ്ട അടുത്ത് 1, 2, 2.5 ഇഞ്ച്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി നമുക്ക് ഇവിടുന്ന് അടിക്കാം. ഒരു 1.25 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങനെ മാറ്റി ഇവിടെയാണ് നമ്മൾ അടിപ്പ് കൊടുക്കേണ്ടത്. ഇവിടെ 1.25 ഇഞ്ച്. അത് കൈയുടെ അവിടുന്ന് കൈക്ക് എന്തേരം വണ്ണം ഉണ്ടെന്ന് നോക്കണം. കൈയുടെ വണ്ണം എന്തേരം വേണം നോക്കണം. ഇതിന് 7.5 ഇഞ്ചാണ് കൈവണ്ണം വേണ്ടത്. കണ്ടോ, അതിവിടെയാണ് നിൽക്കുന്നത്. ആ കൈയുടെ വണ്ണത്തിൻ്റെ അവിടുന്ന് ഈ 1.25 ഇഞ്ച് ഇപ്പുറത്തേക്ക് വരുന്ന ഈ ഭാഗത്ത് ഇത് കണ്ടോ, ഇവിടെയാണ് 1.25 ഇഞ്ച് വരുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ അടുപ്പ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. ഈ 2 സൈഡിലും ഇതുപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് വേണം. ഈ ബാക്കി വരുന്ന ഈ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ പീസുകൾ ഇങ്ങനെ കൂടുതലായിട്ട് വരും. ആ പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കൂടുതലായിട്ട് വരുന്ന പീസ്. ഈ കൈയുടെ ഇവിടം കൊണ്ടും പിന്നെ ഈ ചെസ്റ്റ് അളവ് അത് അവിടെയൊക്കെ വണ്ണം കുറഞ്ഞ് വരുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഒരു വൃത്തികേടൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഈ സൈഡ് നമുക്ക് വരുന്നത് കാണാൻ പറ്റും. കണ്ടോ വന്നേക്കുന്നത്. അതായത് ഇവിടം കൊണ്ട് വണ്ണം കൂടുതൽ കിട്ടുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.